അന്നേരം നമ്മളിത് തുടക്കത്തിലേ പറഞ്ഞതെന്ന് പറയുന്നത് ഇത് പിണറായി സർക്കാരിന് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി കേക്കച്ചന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഒരു തിരക്കഥയും അതിന്റെ നിർവഹണവുമാണ് ഈ നടന്നതെന്ന് നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞിരുന്നു. അതിനുപയോഗിച്ച ഇവരുടെ കൃത്യമായ ഒരു ടൂളായിരുന്നു ഈ സ്ത്രീ എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഇവർ ഇതാ ആ CPM-ന്റെ ആ പരിപാടിയിൽ പോയി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. അന്നേരം ഇതിനകത്ത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ കേക്കച്ചന്റെ മാനസപുത്രി. നമ്മൾ അന്നേരവും ഈ കോൺഗ്രസ്സുകാരോട് പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ഈ ഒരു ഇടതുപക്ഷ നേതാവിന്റെ മകളുമായിട്ട് ഇയാൾക്ക് എന്ത് ബന്ധം, ഇയാളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഒരു ഇത്തരത്തിൽ ഇവരുടെ പേഴ്സണൽ പരിപാടിയിൽ പോലും പങ്കെടുക്കുവാനുള്ള ഒരു ആത്മബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള ബാന്ധവം എന്താണെന്ന് പാർട്ടി ചോദിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇനിയെങ്കിലും ഇവർ നാക്ക് വാ തുറന്നൊന്ന് ചോദിക്കണ്ടേ ഇവളുടെ ഇവളുമായിട്ട് എന്ത് ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളതെന്ന്. അതായത് നമ്മളിത് ഒരു 40 ദിവസം മുമ്പ് തന്നെ ആ ഫസ്റ്റ് ന്യൂസിൽ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യം എടുത്ത ഫസ്റ്റ് ന്യൂസിൽ തന്നെ ഇന്റർവ്യൂവിൽ തന്നെ ഒരു കാര്യം പറഞ്ഞത് വളരെ കൃത്യമായിട്ട്. ഈ പറയുന്ന സ്ത്രീ അതായത് VD സതീശൻ അറിയാതെ ഒരു കാരണവശാലും ഈ പെൺകുട്ടി ചാനലിൽ വന്ന് ഈ കാര്യം പറയില്ല എന്ന് നമ്മൾ അടിവരയിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവര് CPM-ന്റെയും അതേപോലെ മറ്റേ നമ്മുടെ VD സതീശന്റെയും എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ഇവരെല്ലാം തയ്യാറാക്കി ഈ പെൺകുട്ടിക്ക് കൊടുത്ത് ഈ പെൺകുട്ടിയെ കൊണ്ട് ആദ്യം ചാനലിൽ വന്ന് പറയുകയും അതിന് മാസം മുമ്പ് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുകയും മറ്റൊരാളെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയും അതിനുശേഷം ലൈവായിട്ട് ഈ പെൺകുട്ടിയെ ഇറക്കി വിട്ടുകയും ചെയ്തപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഇതൊരു പ്ലാനിങ് ആണ്, ഇവിടെ കൃത്യമായി സതീശന്റെ ഓപ്പറേഷനാണ്, സതീശൻ തന്നെയാണ് ഇതിൽ മുഖ്യ പ്രതി എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു മാറ്റം ഇന്ന് വന്നില്ല. കാരണം CPM-ന്റെ വേദിയിൽ, അതായത് KJ ഷൈനും മറ്റേ ശൈലജ ടീച്ചറും പങ്കെടുത്ത വേദിയിൽ അന്നും പ്രസംഗിച്ചത് എന്താണെന്ന് പറയാം പെൺകുട്ടി. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരാളെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഒരു പ്രസ്ഥാനത്തെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെ ഒരുമാതിരി സൈബർ എന്താ പറയുക ഭയങ്കര ആക്രമണമായിരുന്നു എനിക്കെതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് വീണ്ടും ആ സ്ത്രീ ആവർത്തിച്ച് പറയാണ് സതീശൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന്. കാരണം ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഇത് അന്ന് നമ്മൾ പറഞ്ഞത് വളരെ കൃത്യമായില്ലേ. സതീശൻ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങള് ഈ ഊഹാപോഹം പറഞ്ഞവൾക്ക് പോലും ഇതാരാണ് ഇരയെന്നോ പരാതിക്കാരിയെന്നോ പറയാൻ സാധിച്ചിട്ടില്ല, ഇവർക്ക് പരാതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഊഹാപോഹങ്ങളുടെ പേരിലാണ് ഈ കേക്കച്ചൻ ഇയാൾക്കെതിരെ ഈ നടപടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനം രാജിവെപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും അയാളെ ഒരു കുറ്റവാളിയെ പോലെ ചിത്രീകരിച്ച് പുറത്തു നിർത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ. അതെ 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 അതായത് ഇതിന്റെ വിഷയം ഇതാണെന്നേ. കാരണം ഇവർക്ക് ഒരു എന്താ പറയുക അത്രയും വിശ്വസനീയമായി ഇവർക്ക് പറ്റാവുന്ന ഒരാളെ തേടി കണ്ടുപിടിച്ചത് ഈ പെൺകുട്ടീനെയാണ്. കൃത്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ഒരു അടുപ്പമുള്ള ഒരാൾ വേണമല്ലോ, വളരെ അടുപ്പമുള്ള ഒരാൾ വേണം. പിന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഈ പാർട്ടിയുടെ നിങ്ങൾക്കറിയാലോ ഈ പെൺകുട്ടിയുടെ ഫാദർ എന്ന് പറയുന്നത് CPM-ന്റെ LC മെമ്പറായിരുന്നു, നിസ്സാരക്കാരനല്ല. ഒരു CPM അതെ ദേശാഭിമാനി സംഭരിച്ചത് നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന്റെ മകൾ ഒരു കോൺഗ്രസ് ചായ്വുള്ള ഒരു ടീമിൽ വന്ന് നിൽക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു സംശയം വേണ്ട, ഒരു ചാരപ്രവർത്തി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒന്ന്. രണ്ടാമത് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ. കാരണം ഒരു CPM-ന്റെ എല്ലാ ചോരുമാണ് അവൾക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പോലുള്ള ഒരു കോൺഗ്രസ്സുകാരോട് പറഞ്ഞ ഒരു പക്ഷേ ഇതുപോലെ ചെയ്തൊന്നും വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ ഓപ്പറേഷൻ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേക്കച്ചൻ ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് എല്ലാ ചാനലുകാർക്കും കൊടുത്ത് ഈ പെൺകുട്ടി വന്ന് പറയുന്നതോട് കൂടിയിട്ട് ഈ ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ബോംബ് പൊട്ടിക്കാൻ സതീശൻ പണ്ടേ എടുക്കലാണല്ലോ. നമ്മൾ ആ ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ എന്ന് പറഞ്ഞില്ലേ ഈ 2000 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കണമെങ്കിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയിട്ടില്ല. ഒരു പുരുഷായുസ് മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിച്ച AK ആന്റണി, അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട്, EK നായനാരോ, ഈവൻ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി 20 വർഷമായിരുന്ന പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ട് ഇത്രയും പണം.
അപ്പോൾ ഇത്രയും പണം ഉണ്ടാക്കി 2000 കോടിയുടെ ആസ്തി ഉണ്ടാക്കുന്ന ചെറിയ കാര്യമാണോ? അപ്പോൾ അത്രയും ആസ്തി ഉണ്ടാക്കിയിട്ട് അതായത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് PR വർക്കിന് സ്റ്റാർട്ടിങ് കുറിച്ച ആൾ ഇയാളാണ്. ഇത് ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പിണറായി വിജയനല്ല, ഈ PR വർക്കിന് ഫസ്റ്റ് തന്നെ ഇവിടെ കേരളത്തിൽ ആരംഭം കുറിച്ചത് അയാളാണ്. അത് കൃത്യമായിട്ട് രാജേന്ദ്ര പ്രസാദ് പറയുന്നില്ലേ 2010 മുതൽ തുടങ്ങിയെന്നുള്ള കാര്യം. അപ്പോ ഇയാളിത് വളരെ കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഇയാൾക്ക് പറ്റിയ കുറെ ആൾക്കാരെ 14 ജില്ലകളിലും വിന്യസിച്ച് ഇയാൾ വളരെ കൃത്യമായി കാശ് മുടക്കി പൈസ കൊടുത്ത് ചെലവും കൊടുത്ത് 100 കണക്കിന് ആൾക്കാരെ നിർത്തി. എന്നിട്ട് വലിയ വലിയ നേതാക്കളെ മുഴുവൻ വെട്ടിയൊതുക്കാൻ വേണ്ടി വലിയൊരു തന്ത്രം മെനഞ്ഞു. ആ തന്ത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ആൾ വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇതുപോലെ തന്നെയാണ് ഇനിയും പരിശോധിക്കേണ്ടത്. ഇയാളെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? ഇയാളെ എന്തിന് വളർത്തിക്കൊണ്ടുവരുന്നു? കൃത്യമായിട്ടും ഓരോരുത്തരെയും വെട്ടി നിരത്തി ഇയാളെ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഇയാളുടെ പിന്നിൽ ഈ ഫണ്ടിങ് സോഴ്സ്, ഇയാളുടെ പിന്നിലുള്ള ശക്തികളെ കുറിച്ചൊക്കെ ഇവർ ബോധവാന്മാരായില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ മിഷൻ 60 തീരുന്നതിന് മുമ്പ് തന്നെ ഇവന്മാരുടെ കഥ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എനിക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത് എന്താണെന്ന് സുനിൽ സാറേ, കൃത്യമായിട്ട് അവര് തെരുവിലിറങ്ങി സതീശന്റെ രാജി ആവശ്യപ്പെടണം. കൃത്യമായ തെളിവുകൾ കൊടുക്കാണ്. ഈ I2I ന്യൂസ് ഇപ്പൊ വാർത്ത വിട്ട് ഇന്നലെ കൃത്യമായ തെളിവുകളടക്കം ഇയാൾ ചെയ്ത സകലമാന അഴിമതികളും സകലമാന കേസുകളും ഈ പറയുന്ന രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു കേട്ടില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജള്ളമ്പൽ ഒന്നുമല്ലാന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയമേ അല്ല സതീശന്റെ മുമ്പിൽ ഈ പറയുന്ന വിഷയത്തിൽ. അതേ സതീശൻ ഇപ്പം ഏത് കാരണത്താലാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്, ആ വിഷയത്തിൽ പോലും സതീശനോട് 7 അയലക്കത്തെത്തൂല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഇയാളുടെ ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല. അയാൾ നാളെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും വെട്ടിയൊതുക്കി ഒരു പിണറായിസം കേരളത്തിൽ കോൺഗ്രസിസം കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. അയാളുടെ മാത്രം ഇസം, അതായത് സതീശനിസം, അതാണ് ആളുടെ ലക്ഷ്യം. എല്ലാവരെയും വെട്ടിയൊതുക്കി. ഞാൻ പറയാം, സുധാകരനെ പോലുള്ള ആളുകളൊക്കെ വെട്ടിയൊതുക്കുമ്പോൾ നമുക്കൊക്കെ ചങ്ക് പിടഞ്ഞിട്ടുണ്ട്. ആ സുധാകരനെ പോലുള്ള ആളുകളൊക്കെ വെട്ടിയൊതുക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന, പാർട്ടിയുടെ നെടുന്തൂണായി നിന്ന, പാർട്ടിയിലെ സംരക്ഷകനുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയ ആ മനുഷ്യനൊക്കെ വെട്ടിയൊതുക്കുക എന്ന് പറഞ്ഞ് തമ്പുരാൻ പോലും പൊറുക്കും സതീശനോട്. തമ്പുരാൻ പോലും പൊറുക്കൂല. ഈ സതീശൻ എന്ന് പറയുന്ന ആ മാരണത്തെ കേരളത്തിന്റെ കോൺഗ്രസിൽ നിന്നും പടിയടച്ച് പിണ്ണം വെക്കാതെ ഒരു കോൺഗ്രസ് യുവാക്കൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ഒരു കോൺഗ്രസ് സീനിയർ നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഈ പാർട്ടിയും രക്ഷപ്പെടില്ല. ഒരു തർക്കമില്ല കാര്യത്തിൽ. അയാൾക്ക് ഒരു ആദരവുമില്ല പാർട്ടി വളരണമെന്ന്. ഇയാള് പിണറായി വിജയന് 3ാം ഭരണം കൊടുത്തോളാം എന്നുള്ള എഗ്രിമെന്റ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഗൂഢാലോചനയും ഈ ഉപജാപക സംഘത്തിന്റെ ഇവരുടെ പ്ലാനിങ്ങും എല്ലാം കൃത്യമായിട്ട് ഇന്നലെ ഈ യുവതി ആ പരിപാടിയിൽ പങ്കെടുത്തത് എല്ലാം പൊതുജനത്തിന് മനസ്സിലാകാവുന്ന രീതിയിലെല്ലാം അഴിഞ്ഞു വീടും. എന്നിട്ട് പോലും ഈ കോൺഗ്രസ്സുകാർ ഇത് മനസ്സിലാക്കുന്നില്ല. രാഹുലിനെതിരെയുള്ള ഈ നടപടി, ഈ കേക്കച്ചൻ ഈ ഒതുക്കേഷൻ എടുത്ത ഈ നടപടിയിൽ നിന്നും പിൻവലിക്കണമെന്ന് ഒരാൾ പോലും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, ഇതിന്റെ ഒരു വിരോധാഭാസം എന്താണെന്നറിയോ? ഇവിടെ വളരെ കൃത്യമായി ആ പെൺകുട്ടി ഏതോ ഒരു പോസ്റ്റിലുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ. ഏത് പോസ്റ്റാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ള ഒരാളാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി CPMന്റെ ഒരു പൊതുവേദിയിൽ ചെല്ലണമെങ്കിൽ സതീശനകത്ത് എങ്ങനെ ചെല്ലുന്നത്? രാഹുൽ മറ്റേ സിമി പറയുന്നത് കേട്ടില്ലേ, രാഹുൽ ഗാന്ധി വന്ന പരിപാടിക്കകത്ത് 10-40 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആർക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് പോലും നിൽക്കാൻ അവസരം കൊടുക്കാതെ ഇവളെ ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിർത്തി ഫോട്ടോ എടുപ്പിക്കുക, റാലിയിൽ പങ്കെടുപ്പിക്കുക നടന്നിട്ട് അവരാണ് പോയി കഴിഞ്ഞ ദിവസം ഇത് ചെയ്തെന്ന് ഓർക്കണം. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ സതീശൻ ഈ പെൺകുട്ടിയെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ കരുവാക്കി സതീശന്റെ. അതുപോലെ തന്നെയാണ് ഈ സതീശൻ അറിയാതെ ഒരു കാരണവശാലും ആ പെൺകുട്ടി CPMന്റെ വേദിയിൽ പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഇങ്ങനൊരു ആക്ഷേപം പറയില്ല. ഇതെല്ലാം കൃത്യമായ ആസൂത്രണം തന്നെയാണ്, ഗൂഢാലോചന തന്നെയാണ് സതീശന്റെ. സതീശൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ ഈ വലിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവന്റെ അണ്ടറിലുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഇവനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ തുടച്ചു മാറ്റി കളയണം, തേച്ച് മാറ്റി കളയണം. ഒരുപാട് അഴിമതികൾ, ഈ പുനർജന അഴിമതിയൊക്കെ വന്ന് ഇവൻ ഈ കേരളത്തിൽ നിൽക്കാൻ പറ്റൂല ഇവന് തെളിഞ്ഞു കഴിഞ്ഞാൽ. ഈ പുനർജന അഴിമതിയെ കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു അന്വേഷണം വരുമെന്നും അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമില്ല എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഈ പെൺകുട്ടീനെ വലിയൊരു ബോംബാക്കി ഇറക്കി വിട്ടത്. സതീശന്റെ അറിവില്ലാതെ ഈ കേക്കച്ചൻ ഇപ്രകാരം ചെയ്യുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ഈ പുനർജനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ നിന്ന് 100 കണക്കിന് കോടി തട്ടി ആ പണം
ഇതുവരെ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഈ പണം ഇയാളുടെ കസ്റ്റഡിയിലുണ്ട്. 2, ഇനിയും അടുത്ത UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല. അന്നേരം അതുകൊണ്ട് ഈ മൂന്നാമതും പിണറായി ഭരണം തുടരുവാൻ വേണ്ടി ഈ പദ്ധതി തയ്യാറാക്കി ഇത് എക്സിക്യൂട്ട് ചെയ്തെടുത്താൽ ആയിരക്കണക്കിന് കോടി ഇയാൾക്ക് കിട്ടും. ആ പണവും അതുപോലെ തന്നെ പുനർജനിയുടെ തട്ടിപ്പിന്റെ ആ പണം ആ കേസിൽ പിടിക്കപ്പെടാതിരിക്കണം. അങ്ങനെ കേക്കച്ചനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നശിപ്പിക്കുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. അന്നേരം അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് പ്രസ്ഥാനം തകരുകയും അടുത്ത തവണ ഭരണത്തിൽ വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അയാൾ നടത്തിയ തട്ടിപ്പ് പരിപാടികളിൽ പിടിക്കപ്പെടത്തില്ല. അതായത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് ഇയാളുള്ള ഒരു കേസും അന്വേഷിക്കില്ല. കാരണം നമുക്കറിയാലോ ഇപ്പൊ എത്ര കേസ് നിലവിൽ അയാളുടെ പേരിലുണ്ട്. മറ്റേ ആ മഹിളാ കോൺഗ്രസ് നേതാവ് കൊടുത്ത കേസ് ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. ഇത് മാത്രമല്ല, ഇവനെതിരെ ഇവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആ മനുഷ്യന്റെ ഭാര്യ വന്ന് പരസ്യമായിട്ട് വീഡിയോ പോലെ പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചു, വളരെ മോശമായിട്ട് സംസാരിച്ചു. എന്നിട്ട് പോലും പിണറായി വിജയൻ ഒരു കേസ് എടുത്തില്ല. കാരണം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവേണ്ടത് BJPക്ക് ആവശ്യമുള്ള അതേപോലെ തന്നെ സതീശന് ആവശ്യമാണ്. ഇയാളെ പറ്റിയാൽ പ്രതിപക്ഷത്ത് വരികയും വേണം. കാരണം പ്രതിപക്ഷത്ത് കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും ആമ്പിള്ളാർ വന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്മൂത്തായിട്ട് പോകത്തില്ല. ഈ കേക്കച്ചനാണെങ്കിൽ ഇപ്പോൾ പോകുന്നത് പോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അതെ, ഇത്രയും കാലമായിട്ട് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ പോലെ ഇത്രയും കാലമായിട്ട് 4-4.5 വർഷമായിട്ട് കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അഴിമതികളും സ്വജനപക്ഷപാതങ്ങളും ഇതൊക്കെ നടന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ 4.5 വർഷമാണ്. എന്നിട്ട് പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ശബ്ദം നിയമസഭയിലല്ലാതെ പുറത്തു പൊന്തിയിട്ടില്ല. പുറത്തൊരക്ഷരമായിട്ട് മിണ്ടിയിട്ടില്ല, ഒരു സമരം നയിച്ചിട്ടില്ല. ഇത് പിന്നെ രാജേന്ദ്ര പ്രസാദ് ചോദിച്ച പോലെ, എനിക്ക് ആ മേഡം ചോദിച്ച പോലെ വളരെ കൃത്യമായിട്ട് തോന്നുന്നു. ഞാനിത് 2 ദിവസം മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞതല്ലേ, ഒരു സമരത്തിന് സതീശൻ പങ്കെടുത്തിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ഒരു സമരത്തിന് സതീശൻ നേതൃത്വം നൽകിയിട്ടുണ്ടോ? ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. അയാൾക്ക് ഈ അടിച്ചൊതുക്കലും വെട്ടിയൊതുക്കലും ഉള്ള ആ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ആ സിസ്റ്റം തന്നെയാണ് ഈ യുവനിരനെ മുഴുവൻ വെട്ടിയൊതുക്കേണ്ടത് അയാളുടെ ആവശ്യമാണ്. കാരണം എങ്കിലാണ് അയാൾക്ക് അടുത്ത പ്രാവശ്യം പിണറായി മന്ത്രിസഭ വരുന്നാലും ഇയാൾക്ക് പ്രതിപക്ഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഏത് പ്രതിപക്ഷം ഇപ്പം സീനിയർ നേതാക്കന്മാർക്കൊന്നും ആവില്ലെന്നേ, ആരും മിണ്ടാനുവദിക്കില്ല. ഇയാളുടെ മെറ്റൽ പ്രൂവ് ചെയ്യേണ്ടതായ സമയം നിയമസഭയിൽ ഇയാൾ പറഞ്ഞു സംസ്ഥാനമൊട്ടാകെ ഇതാ ഇവിടെ ബോംബ് പൊട്ടെന്ന് പറഞ്ഞു. ബോംബ് പൊട്ടിയില്ല. ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നു പറഞ്ഞത് ലോക്കപ്പ് കസ്റ്റഡി മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. അതെ, അവർക്ക് എതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇയാൾ എന്നിട്ട് 2 യുവ നേതാക്കന്മാരെ ഇരുത്തി സമരം ആരംഭിച്ചത് അവന്മാർ 2-ാം ദിവസം നിർത്തിപ്പോയി. സംസ്ഥാനത്ത് തുടർ ഇതുണ്ടാകുമെന്ന് പറഞ്ഞു. അത് തുടർ സമരങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ പറഞ്ഞ പരിപാടികളെല്ലാം ഇയാൾ ഏറ്റെടുത്തത്. അതുപോലെ നിയമസഭയിൽ ഇയാൾ ഇത്തവണ തകർത്തു വാരുമെന്ന് പറഞ്ഞു. മാപ്പിരുന്ന് നാറി. അവസാനം ഇയാൾ ഇത്തവണ അയാൾക്കിടെ മെറ്റൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന ഈ സമയത്ത് പോലും ഇയാൾ കീറിപ്പറഞ്ഞ് നാണം കെട്ട് ഒരു പ്രതിപക്ഷ നേതാവ്. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ഈ CPM വേദിയിൽ പോയി നിന്ന് കോൺഗ്രസ്സുകാരി എന്ന് അവകാശപ്പെടുകയും CPMന്റെ പൊതുവേദിയിൽ പോയി പ്രസംഗിച്ച പെൺകുട്ടി അതായത് സതീശൻ സ്പോൺസർ ചെയ്തിട്ടുള്ള CPM സ്ഥാനാർത്ഥി നമ്മുടെ ഉമാ തോമസിനെതിരെ അവിടെ എന്താ തൃക്കാക്കരോ ആ മണ്ഡലത്തിലേക്ക് തൃക്കാക്കരയല്ലേ അത്? അതെ തോന്നുന്നു. ആ മണ്ഡലത്തിലേക്ക് സതീശൻ സ്പോൺസർ ചെയ്തിട്ടുള്ള CPM സ്ഥാനാർത്ഥിയാണ് ഈ പെൺകുട്ടി. അതിന്റെ കൃത്യമായ തെളിവാണ് ആ പൊതുവേദിയിൽ വരികയും അവരെ CPMൽ സ്വാഗതം ചെയ്യുകയും ഇത്രയും നല്ലൊരു പെൺകുട്ടി, ഇത്രയും ദേശസ്നേഹമുള്ള പെൺകുട്ടി, അല്ലെങ്കിൽ നാടിനോട് സ്ത്രീകളോട് ഇത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്തിയാണ് ഈ നേതാക്കന്മാർ. ചിലപ്പോൾ ഇയാളെ ചെയ്യാൻ പോകുന്നറിയാമോ? അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിട്ട് ചിലപ്പോൾ അവരോധിക്കാനും വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അതിനേക്കാളും ഉപരി അയാൾക്ക് നിയമസഭ സീറ്റ് തന്നെ. അതായത് തൃക്കാക്കര തെരഞ്ഞെടുപ്പില് ആ നിയമസഭയിലെ സ്ഥാനാർത്ഥി അങ്ങനെ CPM സ്ഥാനാർത്ഥി അല്ല, നമ്മൾ നേരത്തെയും നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഇയാൾക്ക് പറവൂരിൽ നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല എന്നതുകൊണ്ട് തന്നെ ഇയാൾ എങ്ങനെങ്കിലും ഉമാ തോമസിനെ പിൻവലിച്ച് ധാരണയായിട്ടുണ്ട്. അവിടെ ആ തൃക്കാക്കരയിൽ ഇയാള് കാരണം SNDP തവണ അവിടെ പണി കൊടുക്കുന്നു കൃത്യമായിട്ട് ഇയാൾക്കറിയാം. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഇവനെ അറിഞ്ഞു തോൽപ്പിക്കാൻ നിൽക്കുക. അതുകൊണ്ട് ഈ നമ്മുടെ കത്തോലിക്ക സഭയുമായിട്ടും ഒക്കെ ഇയാൾ ഒരു അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉണ്ടാക്കി ഇയാൾ ആ മണ്ഡലം ചാടാനുള്ള പരിപാടി തുടർച്ചയായിട്ട് അവിടെ ആണല്ലോ ഇരുന്നത്. അതുകൊണ്ട് ഇത്തവണ തൃക്കാക്കരയിൽ ഈ കേക്കച്ചൻ നിൽക്കാനുള്ള ഒരു ആസൂത്രണം അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മളിത് നേരത്തെ തന്നെ വലിയ അഡ്വാൻസ് നമ്മളിത് പറഞ്ഞു. മാത്രമല്ല സതീശന്റെ ഇതില് മറ്റൊരു മണ്ഡലം കൂടി ഉണ്ട്, ചാലക്കുടി. ഈ 2 മണ്ഡലം നോക്കിയിട്ട് എന്ത് തന്നെയായാലും ഇയാൾ ആ തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമവും
ഇയാൾ നടത്തുന്നുണ്ട്. എങ്ങനെങ്കിലും തിരിച്ചു കയറി, അല്ലെങ്കിൽ ഇയാൾ തോക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുമെന്നത് വ്യക്തമായിക്കൊണ്ടാണ് ഇയാൾ ഒരു സുരക്ഷിത മണ്ഡലം തേടി ഇയാൾ ഭയങ്കരമായിട്ട് ഈ മാർക്കറ്റ് സർവേയും ആസൂത്രണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണ് സുനിൽ സാറേ, അയാളിന് കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും കോൺഗ്രസ് ജയിപ്പിക്കില്ല, അത് ഉറപ്പാണ്. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും, ഇനി കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ചാലും സതീശൻ ജയിക്കില്ല. കാരണം സതീശൻ വെറുക്കപ്പെട്ടവനായി, വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞ വെറുക്കപ്പെട്ടവനായി മാറി. കാരണം കോൺഗ്രസ് പാർട്ടിയെ മുച്ചൂട് മുടിച്ച് പാർട്ടി അണികളെ തമ്മിൽ തല്ലുകൂടിപ്പിച്ച് നേതാക്കളെ അവർ വെട്ടിയൊതുക്കി ഒരു ഏകാധിപത്യം കാണിക്കുന്ന സതീശന് ജയിച്ചാൽ അവസ്ഥ എന്താണെന്നുള്ള അറിയാലോ. അതുകൊണ്ട് സതീശൻ ജയിക്കില്ല എന്നുള്ള കാര്യം സ്പഷ്ടം തന്നെ. പക്ഷെ അയാൾ തൃക്കാക്കര അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ചാലക്കുടി പോയി മത്സരിക്കും. ഈ രണ്ട് സ്ഥലത്തുകൾ ജയിക്കില്ല. പറവൂര് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല. അതുപോലെ നമുക്കന്തരം ഈ എന്താ പറയുന്നത്, ഈ കോൺഗ്രസ്സുകാരോടും ഇവിടെയും മിണ്ടാതിരിക്കുന്ന നേതാക്കന്മാരോടും പറയേണ്ടത്, ഇത് ഇനിയെങ്കിലും ഇവന്മാരുടെ വായിൽ നാക്കുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇനിയെങ്കിലും ഈ കള്ളനെതിരെ, ഇവന്റെ ഇത്രയും കള്ളത്തരങ്ങളും ഉപജാപക പണികളും പുറത്തു വന്നിട്ട് പോലും ഇവനെതിരെ ശബ്ദിക്കാതിരിക്കുകയും ഈ നടപടിയെടുത്ത യാതൊരു തെളിവുകളും ഇല്ലാതെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലെടുത്ത ആ നടപടികൾ പിൻവലിച്ച് അവനോട് മാപ്പ് പറഞ്ഞ് തിരികെ എടുക്കാത്തടത്തോളം കാലം ഈ കേക്കച്ചൻ മാത്രമല്ല ഈ പാർട്ടിയുടെയും കഥ കഴിയാൻ പോവുകയാണെന്ന് ഇവർ മനസ്സിലാക്കണമെന്നാണ് നമുക്ക് ആവർത്തിച്ച് പറയുവാനുള്ളത്. ഈ ചാനലിൽ കൂടി ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, ഈ ന്യൂസ് കാണുന്ന ആളുകൾ ചിന്തിക്കണം, ഇവരെ 100% കേക്കച്ചന്റെ രാജി തന്നെയാണ് ഇതിന്റെ മുഖ്യം. അതിനപ്പുറത്തേക്ക് വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല. കേക്കച്ചൻ രാജിവെക്കണം. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുത്തിട്ട് വേണം അയാൾ രാജിവെക്കാനായിട്ട്. അയാളായിട്ട് പുറത്താക്കേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണം. എടുപ്പിക്കേണ്ടത് ഓരോ കോൺഗ്രസ്സുകാരുടെയും ആവശ്യമാണ്, ഓരോ കോൺഗ്രസ്സുകാരുടെയും നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ രാജിവെക്കുക എന്നുള്ളതാണ്. അത് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നാലും ഈ കേക്കച്ചനെ രാജിവെപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കണം എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ചുണക്കുട്ടികളെ വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അശാന്തം പരിശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.